അങ്ങനെ വീക്കെൻഡ് എപ്പിസോഡായിരിക്കുകയാണ്. ലാലേട്ടൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ലാലേട്ടനൊപ്പം നമുക്ക് ഇത്രയും ദിവസം മിസ് ചെയ്ത മറ്റൊരു വ്യക്തി കൂടെയുണ്ട്, സിജോ ആണത്. അപ്പോൾ സിജോ ഇന്ന് ലാലേട്ടൻ്റെ കൂടെ എപ്പിസോഡിൽ വരുന്നുണ്ട്. പ്രമോയിൽ എല്ലാവരെയും കണ്ടു കാണും. എപ്പിസോഡിലും സിജോ വരുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ ആദ്യം തന്നെ എല്ലാവരോടുമായിട്ടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇത്ര ദിവസമായി സിജോ ഈ വീട്ടിൽ നിന്ന് പോയിട്ട് നിങ്ങൾ ആരെങ്കിലും സിജോയിനെ കുറിച്ച് അന്വേഷിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീരേഖയും അതുപോലെ മറ്റൊരാളും രണ്ടുപേര് മാത്രമേ ഇതുപോലെ സിജോയെ കുറിച്ച് അന്വേഷിച്ചു എന്നൊരു കാര്യം പറയുന്നുള്ളൂ. ബാക്കി അംഗങ്ങളൊന്നും തന്നെ സിജോയ്ക്ക് എന്ത് പറ്റി അല്ലെങ്കിൽ സിജോ എവിടെയാണ് എന്നൊരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ട് പോലുമില്ല. ലാലേട്ടൻ അതിന് ആ ഒരു കാര്യം പറഞ്ഞിട്ട് എല്ലാവരോടും ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ട് ചോദിച്ചില്ല? നിങ്ങളുടെ ഹൗസിൽ നിന്ന് ഒരു വ്യക്തിയാണ് പുറത്തു പോയിരിക്കുന്നത്, അത് ഒരു മുന്നറിയിപ്പ് പോലും ഇല്ലാതെ, അതെന്തുകൊണ്ടാണ്? അദ്ദേഹത്തെ ഇപ്പോൾ ഓക്കെ ആണോ? എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചോദിച്ചോ എന്നിങ്ങനെ ലാലേട്ടൻ ചോദിക്കുന്ന സമയത്ത് അവരവരെല്ലാം അവരവരുടെ കാരണങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ജാസ്മിൻ പറഞ്ഞൊരു കാര്യം അത് തീരെ മോശമായി പോയി. ജാസ്മിൻ അവിടെ കയറി എന്ന് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിജോ പോയെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷെ സിജോ പോയെന്നുള്ളത് എന്നെ ഒട്ടും ബാധിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ അന്വേഷിച്ചില്ല എന്നായിരുന്നു ജാസ്മിൻ്റെ മറുപടി. ചിലപ്പം ജാസ്മിൻ അത്ര സെൽഫിഷ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ ചിന്തിക്കാൻ സാധിച്ചത്. ബാക്കിയൊക്കെ പ്ലെയേഴ്സ് ഒന്ന് രണ്ട് പേര് അന്വേഷിച്ചു, ബാക്കി ആരും തന്നെ അന്വേഷിച്ചില്ല. അങ്ങനെ സിജോ സ്റ്റേജിൽ കയറി വരികയാണ്. അപ്പോൾ സിജോയുടെ ആ ഒരു അവസ്ഥയും അതുപോലെ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാം കണ്ടപ്പോൾ എന്താ പറയുക, ഭയങ്കര ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ട് തോന്നി. പുള്ളിക്കാരൻ ശരിക്കും നല്ല പെയിനിലാണുള്ളത്. ശരിക്കും തൻ്റേതായ അല്ലാത്ത ഒരു കുറ്റത്തിന് ഇത്ര വലിയൊരു ശിക്ഷ അദ്ദേഹത്തിന് വരണമായിരുന്നോ എന്നൊരു സംശയം എനിക്ക് ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ തോന്നി. ഈ പറഞ്ഞ പോലെ സിജോ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇനിയും ഗെയിം കണ്ടിന്യൂ ചെയ്യും. ഒരിക്കലും ബിഗ് ബോസ് നിർത്തി അദ്ദേഹം പോകുന്നില്ല. ഇനിയും 2 ആഴ്ച കൂടെ അദ്ദേഹത്തിന് റെസ്റ്റ് വേണം. ജ്യൂസ് മാത്രമേ കുടിക്കാൻ പാടുള്ളൂ, റെസ്റ്റ് വേണം, സംസാരിക്കാൻ പാടില്ല. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഹൗസിൽ നിന്ന് മാറിയിരിക്കുന്നത്. 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് സിജോ ആണെങ്കിൽ ഹൗസിൽ തിരിച്ച് കയറും, മത്സരിക്കും. പിന്നെ സിജോന്റെ ആ ഒരു കാര്യം പറയുന്നുണ്ട്, അതായത് എൻ്റെ അച്ഛൻ എൻ്റെ ജീവിതത്തിലേക്ക് എന്നെ തിരിച്ച് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഷോയിൽ വന്നത്. അപ്പോൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് അച്ഛൻ എൻ്റെ കൂടെ ഉണ്ടാവുമെന്നൊരു ഉറപ്പ് എനിക്ക് ഉണ്ടാവണം. അത് 100 ദിവസം നല്ല അടിപൊളിയായിട്ട് മത്സരിച്ച് ഞാനൊരു എന്താ പറയുക, ആ ഒരു നേട്ടം ഞാൻ കൈവരിക്കുമെന്ന് തന്നെയാണ് സിജോ ഇപ്പോഴും ആത്മവിശ്വാസത്തോടെ പറഞ്ഞിട്ട് പോയിരിക്കുന്നത്. അപ്പോൾ ഇതൊരു പ്രതീക്ഷ തന്നെയാണ് തരുന്നത്. എന്താ പറയുക, ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ സിജോൻ്റെ ആ ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ ആ ഒരു സംസാരം കേട്ടിട്ട് ഇത് ശരിക്കും സിജോ ഫാൻ ആയിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം അത്രയ്ക്ക് നല്ല രീതിയിൽ സംസാരിച്ചു. ഒരു നിമിഷം നമുക്കൊരു വിഷമവും തോന്നിപ്പോയി ആ ഒരു നിസ്സഹായ അവസ്ഥ കണ്ടിട്ട്. പിന്നീട് ഇതുപോലെ ലാലേട്ടൻ പല പല കാര്യങ്ങൾ ഹൗസ് മെമ്പേഴ്സിനോട് ചോദിക്കുന്നുണ്ട്. ആദ്യം തന്നെ ചോദിച്ച കാര്യം ഈ സിജോ റോക്കി ക്ലാഷ് തന്നെയായിരുന്നു. എന്തുകൊണ്ട് പവർ ടീം അംഗമായ ജിൻഡോ ഇതുപോലൊരു ക്ലാഷ് വന്ന സമയത്ത് എന്തുകൊണ്ട് അതിനെ എതിർത്തില്ല, അല്ലെങ്കിൽ എന്താ അത് തടയാമായിരുന്നില്ലേ? ഇത് പ്രേക്ഷകരോട് ചോദിച്ച ഒരു ചോദ്യം തന്നെയാണ് ലാലേട്ടൻ തിരിച്ച് വീണ്ടും ജിൻഡോയിനോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ജിൻഡോ അതിന് പറയുന്ന മറുപടി എന്ന് പറഞ്ഞാൽ അതായത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരുന്നു. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഞാൻ ജിൻഡോയുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് പറയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ജിൻഡോ ആണെങ്കിൽ കുറേ നേരം ഇവർ അടി കൂടുന്ന സമയത്ത് അവിടെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹവും എന്താ പറയുക, ഒരുപാട് നേരം കഴിഞ്ഞിട്ടും ഈ പ്രശ്നമൊക്കെ ഒരുപാട് സോൾവ് ആവും എന്നൊരു മട്ടി വന്നപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയാണ്. ഒരുപാട് ലേറ്റ് ആയിരുന്നു, അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ സംഭവിച്ചത്. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ ജിൻഡോനെ ഞാൻ കുറ്റം പറയില്ല. ദർ വാസ് എൻ അൺഎക്സ്പെക്റ്റഡ് തിങ്. അത് നമ്മൾ ആരും പ്രതീക്ഷിച്ചൊരു കാര്യമല്ല. പിന്നീട് ഇതുപോലെ ലാലേട്ടൻ ഓരോരോ കാര്യങ്ങൾ ഹൗസ് മെമ്പേഴ്സിനോട് ചോദിക്കുന്നുണ്ട്. അതായത് അവർ പവർ ടീമിൻ്റെ ആ ഒരു അധികാര ദുർവിനിയോഗം അല്ലെങ്കിൽ അവിടുത്തെ അധികാരം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊരു ചോദ്യമാണ് പിന്നീട് വന്നത്. അപ്പോൾ അവർക്കൊരു ടാസ്ക് കൊടുക്കുകയാണ്. ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ടീമുണ്ടല്ലോ, അതായത് നമ്മുടെ നെസ്റ്റ് ടീം, ഡെൻ ടീം, അപ്പോൾ അതിലേതെങ്കിലും ഒരു അംഗം വന്നിട്ട് ഇതുപോലെ ഈ പവർ ടീമിനെ ഒരു കോർട്ട് റൂമിലിട്ട് ചോദ്യം ചെയ്യിക്കണം. ഈ പറഞ്ഞ ഈ വരുന്ന ടീം മെമ്പർ എന്നുള്ളത് അഡ്വക്കേറ്റ് ആയിട്ട് മറ്റേവരെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നതായിരിക്കണം ഈ പറഞ്ഞ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഗബ്രി വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉന്നയിച്ചു. ഇതുപോലെ നിയമ ലംഘനം നടത്തിയതിനെ കുറിച്ചിട്ടാണ് പ്രധാനമായിട്ടും ചോദിച്ചത്. പക്ഷേ എന്താ പറയുക,
ഈ പറഞ്ഞ ജിൻഡോ ആണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട രീതിയിൽ മറുപടി കൊടുക്കാൻ പറ്റിയില്ല. കാര്യം അവിടെ ഒരു നിയമലംഘനം നടന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ജിൻഡോയ്ക്കും ഉറപ്പുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നീട് ഇതുപോലെ രണ്ടാമത് ബാധിച്ചത് ഈ പറഞ്ഞ അർജുനും നല്ല രീതിയിൽ അവരെ ഓരോരോ കുറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അവരെന്താ പറയുക, അവർ തമ്മിൽ പരസ്പര വിരുദ്ധമായിരുന്നു, അതായത് പവർ ടീം അംഗങ്ങൾ തമ്മിൽ യൂണിറ്റി ഇല്ലായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് അർജുൻ ചൂണ്ടിക്കാണിച്ചത്. പിന്നീട് നോറ വന്നിട്ട് അവരെ ഇങ്ങനെ ചോദ്യം ചെയ്തത് ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തു. കാര്യം നോറയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ജിൻഡോ പറഞ്ഞ ആ ഒരു കള്ളത്തരം കറക്റ്റ് സ്പോട്ടിനെ കണ്ടുപിടിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അത് അടിപൊളിയായിട്ട് തന്നെ നോറ ചെയ്തിരിക്കുന്നുണ്ട്. പിന്നീട് ഇതുപോലെ ബിഗ് ബോസ് ആണെങ്കിൽ ലാലേട്ടനെ കൊണ്ട് കാണിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച നടത്തിയ നിയമലംഘനങ്ങളിൽ ആദ്യം തന്നെ കാണിക്കുന്നത് ജിൻഡോൻ്റെ ഒരു നിയമലംഘനമാണ്. അതായത് നമ്മുടെ ജിൻഡോ ആണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വീക്കിൽ 1-2 പ്രാവശ്യം കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയം പട്ടി കുരയ്ക്കുകയും അപ്പോൾ പട്ടി കുരച്ചതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നിരുന്നു. അതായത് ജിൻഡോയ്ക്ക് പണിഷ്മെൻറ്റ് ഇതുപോലെ റസ്മിൻ ബൈ കൊടുക്കുന്നു, പക്ഷേ അത് അംഗീകരിക്കാൻ ജിൻഡോ തയ്യാറാവുന്നില്ല. പിന്നെ ഒരു പണിഷ്മെൻറ്റ് എടുത്ത് മാറ്റി അങ്ങനെ കുറേ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രശ്നങ്ങൾക്ക് ഒരു മറുപടിയായിട്ട് നമ്മുടെ ജിൻഡോ ആണെങ്കിൽ അങ്ങനെ ചെയ്തിട്ടില്ല എന്നായിരുന്നല്ലോ പറഞ്ഞിരുന്നത്. അപ്പോൾ ലാലേട്ടനാണെങ്കിൽ ജിൻഡോ നല്ലതുപോലെ കിടന്നുറങ്ങുന്ന സീനുകളാണ് പിന്നീട് കാണിക്കുന്നത്. ഓരോരുത്തർ സംസാരിക്കുന്ന സമയത്ത്, അതുപോലെ സ്മോക്കിംഗ് റൂമിൽ എക്സസൈസ് ചെയ്യുന്ന സമയത്ത്, അങ്ങനെ പല പല രംഗങ്ങളിലായിട്ട് ജിൻഡോ ഇതുപോലെ ഉറങ്ങുന്നുണ്ട്. പിന്നീട് ഇതുപോലെ രണ്ടാമത് പണിഷ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചത് ജാസ്മിൻ്റെ ഭാഗത്തെയായിരുന്നു. അതായത് ജാസ്മിൻ ആണെങ്കിൽ പലപ്പോഴും മൈക്ക് ഉപയോഗിക്കാതെയാണ് പലയിടത്തും കറങ്ങി നടക്കുന്നത്. അപ്പോൾ ജാസ്മിനോട് ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ പുള്ളിക്കാരി അത് പൂർണ്ണമായി അംഗീകരിച്ചില്ല. പുള്ളിക്കാരി പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ ഒരു പ്രാവശ്യം അങ്ങാണ്ട് മറന്നു വെച്ചു, പിന്നെ ബിഗ് ബോസ് വാർണിംഗ് തന്നതിന് ശേഷം ഞാൻ അങ്ങനെ ചെയ്തിട്ടേ ഇല്ല എന്നാണ്. പക്ഷേ 4-5 അവസരങ്ങളിൽ ജാസ്മിൻ സെയിം ആയിട്ട് തന്നെ മൈക്ക് അവിടെ എവിടെ ഊരി വെട്ടിച്ച് സംസാരിക്കുന്നതും ഒക്കെ ബിഗ് ബോസ് വീണ്ടും റിവൈൻഡ് ചെയ്ത് കാണിക്കുകയാണ്. ഏറ്റവും പ്രധാനമായിട്ട് ആ മറ്റേ ഡ്രസ്സിങ് റൂമിൽ പോയിരുന്ന് സംസാരിക്കുന്ന ഒരു കാര്യവും നമ്മൾ ലൈവിൽ കണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു കാര്യവും ലാലേട്ടൻ പ്രത്യേകം നോട്ട് ചെയ്ത് പറഞ്ഞു. പിന്നീട് ഇതുപോലെ ജാസ്മിന് നല്ല വാർണിംഗ് ആണ് കൊടുത്തേക്കുന്നത്. കാര്യം ഇന്നലെ ജയിലിൽ പോയിരുന്നപ്പോൾ പോലും മനഃപൂർവ്വം ജാസ്മിൻ ഇതുപോലെ മൈക്ക് മാറ്റി വെച്ചിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ജാസ്മിൻ മൈക്ക് മാറ്റി വെച്ച് സംസാരിക്കുന്നത് എന്തിനാണെന്നൊന്നും എനിക്കറിയില്ല, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വിചാരിക്കാം. പക്ഷേ അതൊരു ശരിയായ കാര്യമല്ല. കഴിഞ്ഞ സീസണുകളിലും ഇതുപോലെ തന്നെ മൈക്ക് മാറ്റി വെച്ച് സംസാരിക്കുന്നതിന് വലിയ വലിയ പണിഷ്മെൻറ്റുകൾ കൊടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയും ജാസ്മിൻ ഈ ഒരു കാര്യം ഇനിയും തുടർന്ന് കഴിഞ്ഞാൽ, അതായത് ഗബ്രിയുമായിട്ട് എന്തെങ്കിലും സീക്രട്ട് കോൺവെർസേഷന് വേണ്ടിയിട്ട് ഈ പറഞ്ഞതുപോലെ മൈക്ക് ഇനിയും ഒരുപാട് സമയങ്ങളിൽ ഊരി വെച്ച് കഴിഞ്ഞാൽ കടുത്ത ശിക്ഷ തന്നെ ബിഗ് ബോസ് കൊടുക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. പിന്നീട് ഇതുപോലെ ഈ സമയത്ത് ജിൻഡോ പറയുന്നുണ്ട്, അതായത് ജിൻഡോ നമ്മുടെ ഈ ഒരു വീക്കിൽ പറഞ്ഞൊരു ആരോപണം തന്നെയാണ് വീണ്ടും പറയുന്നത്. അതായത് പല പല രഹസ്യ സംഭാഷണങ്ങളെ കുറിച്ച് ഈ പറഞ്ഞ മൈക്കിൻ്റെ കാര്യവും, അതായത് മൈക്ക് ഊരി വെച്ച് സംസാരിക്കുന്ന കാര്യവും ജിൻഡോ പറഞ്ഞൊരു സജഷൻ തന്നെയായിരുന്നു. പിന്നീട് ഇതുപോലെ ജിൻഡോ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ബാത്റൂമിൻ്റെ ഉള്ളിൽ പോയിരുന്നിട്ട് ജാസ്മിനും ഗബ്രിയും കോൺവെർസേഷൻ നടത്തുന്നുണ്ട്. എന്താണ് അദ്ദേഹത്തിന് സംശയം തോന്നാൻ കാരണം എന്ന് വെച്ചാൽ ബാത്റൂമിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇതുപോലൊരു പ്രാവശ്യം ജാസ്മിൻ ഇരിക്കുമായിരുന്നു. അപ്പം ജാസ്മിൻ 2 പ്രാവശ്യം കൊട്ടി. അപ്പം ജാസ്മിൻ തിരിച്ചു കൊട്ടിയിട്ട് ഗബ്രി ആണോ എന്ന് ചോദിച്ചു. അപ്പം അങ്ങനെ ഒരു സംഭവം നടന്ന സമയത്ത് ജിൻഡോ ആയിരുന്നു ആ ഒരു സ്ഥലത്ത് ചെന്നിരുന്നത്. അപ്പം അങ്ങനെ സ്ഥിരമായിട്ട് ഇവർ ബാത്റൂമിലൊരു കോൺവെർസേഷൻ നടത്താറുണ്ട് എന്നാണ് ജിൻഡോ ആരോപിച്ചിരിക്കുന്നത്. അപ്പം പക്ഷേ ജാസ്മിൻ അതിനെ നന്നായിട്ട് എതിർക്കുന്നുണ്ട്. അപ്പോൾ എതിർക്കുന്ന സമയത്ത് ലാലേട്ടൻ പറയാണ്, നിങ്ങൾക്ക് പലതും എതിർക്കാം, പക്ഷെ എന്തൊക്കെയാണ് ആ ഹൗസിനുള്ളിൽ നടക്കുന്നത് എന്നുള്ളത് ഞങ്ങൾ കൃത്യമായി കാണുന്നുണ്ട് എന്ന് പറയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ എന്താ പറയുക, ജാസ്മിൻ്റെ മറ്റൊരു രംഗമാണ് പിന്നീട് അവിടെ ലാലേട്ടൻ കാണിക്കുന്നത്. അതായത് ഒരു ദിവസം ചായ ഇടുന്ന സമയത്ത് സ്നീസ് ചെയ്തിടുന്നത്, തുമ്മുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ എന്താ പറയുക, അതൊക്കെ ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു വൈറലായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു പേഴ്സണൽ ഹൈജീൻ ഇല്ലായ്മ തന്നെയാണ് അവിടെ കാണിക്കുന്നത്. കാര്യം ഓക്കെ ഫൈൻ, അവരറിയാണ്ട് സ്നീസ് ചെയ്ത് പോയി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ആ ചായ ഒരാൾക്ക് കൊടുക്കാണ്ടത് മാറ്റാമായിരുന്നു. അപ്പോൾ അവിടെ അതിന് പകരം ജാസ്മിൻ കാണിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അശ്ശേ നമ്മളെ കണ്ടോളൂ, വേറെ ആരും കണ്ടില്ല. അതൊരു മോശമായ പ്രവൃത്തിയാണ്. ഇത് പറഞ്ഞ പോലെ സ്വന്തം വീട്ടിലുള്ള ആർക്കെങ്കിലും അല്ലെങ്കിൽ സ്വന്തം കുടുംബാംഗങ്ങൾക്ക്
കുട്ടികൾക്കോ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു എന്താ പറയുക വിദ്യാഭ്യാസം തീരെ ഇല്ലാത്ത ഒരു ആൾ പ്രവർത്തിക്കുന്നത് പോലെ ഒന്ന് തോന്നി. അത് പല പ്രവൃത്തികളിലും അത് ഒരു ദൃശ്യമായ ഒരു കാര്യം തന്നെയാണ്. എന്നാലും ഇത് എനിക്ക് ഒരുപാട് മോശമായി തോന്നി. അപ്പോൾ ജാസ്മിൻ ഈ ഒരു കാര്യം പേഴ്സണൽ ഹൈജീൻ്റെ കാര്യവും പറയുന്നുണ്ട്. ജാസ്മിൻ തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നുണ്ട് പുള്ളിക്കാരി ഒന്നിരാടെ കുളിക്കാറുള്ളത്. അപ്പോൾ ലാലേട്ടൻ എടുത്ത് പറയുന്നു പേഴ്സണൽ ഹൈജീൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്നൊക്കെ പറഞ്ഞ് എടുത്ത് പറയുകയാണ്. പിന്നെ ഇതുപോലെ പല പല കാര്യങ്ങളും ലാലേട്ടൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ പവർ ടീമിൻ്റെ കാര്യങ്ങളും ഒക്കെ പറയുകയാണ്. എന്നിട്ട് ഇതുപോലെ ജിൻഡോനോട് പറയുന്നുണ്ട് നിങ്ങൾ ഇനി അടുത്ത ആഴ്ചയും വന്നിട്ടുണ്ട് നല്ലതുപോലെ തന്നെ പവർ കൈകാര്യം ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട് പ്രശ്നങ്ങളും കുറ്റങ്ങളും എല്ലാം എല്ലാവർക്കും സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ ഈ പ്രശ്നങ്ങളും കുറ്റങ്ങളും എല്ലാം മാറ്റി നിങ്ങൾ നല്ലതുപോലെ ഇരിക്കണം. ഈസ്റ്ററാണ്, അപ്പോൾ എല്ലാവരും അവരുടെ എന്താ പറയുക അവരുടെ കാര്യങ്ങൾ അവരുടെ തെറ്റുകളെല്ലാം തിരുത്തി അവർ നേർവഴിയെ ഉയർത്തെണീക്കുന്ന ദിവസമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു എപ്പിസോഡ് അങ്ങ് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നാളെ ഈസ്റ്റർ സ്പെഷ്യൽ എപ്പിസോഡായിരിക്കും. എപ്പിസോഡിൻ്റെ റിവ്യൂ കാണണം എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പൊക്കോളൂ. ബൈ ബൈ, ഗുഡ് നൈറ്റ്.